ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഈവനിങ് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ചിക്കൻ ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക, എന്നിട്ട് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് വാടി കിട്ടാനായിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താലും മതി. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി പച്ചമണമൊക്കെ വാറി വരുന്നത് വരെ വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ വേവിച്ച പൊട്ടറ്റോയാണ്. അതിന് മുന്നേ നമുക്കിതിലേക്കുള്ള മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ദാണ്ടെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണമെന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടീസ്പൂണോളം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ചേർത്താൽ നന്നായിരിക്കും, ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയില വേണമെങ്കിൽ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില കൂടി കട്ടാക്കി ഇടുന്നുണ്ട്. ഇത് നമുക്ക് നല്ല അടിപൊളി ഒരു മസാലയാണ് കേട്ടോ. ചിക്കനോ അങ്ങനെ മറ്റൊന്നും ഇല്ലാണ്ട് തന്നെ ഈവനിങ് ചായക്കൊപ്പം കട്ട്ലറ്റ് മാതിരി ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ അതാണ്ട് ഈ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വന്ന ശേഷമാണ് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കൈ കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവമായിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പിന് വേണമെങ്കിൽ ആക്കാം. ഞാനിപ്പോൾ നഗറ്റ്സിൻ്റെയൊക്കെ ഷേപ്പിലാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കുക്കിംഗ് കട്ടറൊക്കെ ഇട്ടെങ്കിൽ അതിൻ്റേതായ ഓരോ ഷേപ്പിൽ നിങ്ങൾക്ക് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ആദ്യം എടുക്കാം. അതിനുശേഷമാണ് നമ്മളിതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമുക്ക് ഓരോ ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനാക്കണം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ദാണ്ട് ഇവിടെ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ബ്രെഡ് ക്രംസ് വേണം, അതുപോലെ തന്നെ കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് വേണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ. ഒരുപാട് ഞാൻ നോമ്പിന് മുന്നേ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതാണ്ട് ഇതിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ കലക്കിയതും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കലക്കിയെടുത്തതാണ്. കുറച്ച് ലൂസായിട്ട് തന്നെ കട്ടകളില്ലാതെ കലക്കിയെടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആദ്യം നമ്മുടെ കട്ട്ലറ്റ് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ കോൺഫ്ലവറിൻ്റെ മിക്സിലൊന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് മുക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് മാതിരി പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ചിക്കൻ ഇല്ലെങ്കിലും ഒട്ടും ടേസ്റ്റിലൊന്നും ഒരു കുറവില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരുമിച്ച് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതാണ്ട് ആദ്യം നമ്മൾ വീണ്ടും അതുപോലെ തന്നെ കോൺഫ്ലവറിൽ മുക്കി കൊടുക്കുന്നുണ്ട്, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാം കേട്ടോ നമ്മൾ സ്നാക്കിനൊക്കെ. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നോർമൽ എല്ലാ സ്നാക്കും ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കുക. അപ്പോൾ ഇട്ട ഉടനെ തിരിക്കാൻ നിൽക്കരുത്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അതിനുശേഷം മറു സൈഡ് കൂടി ഒന്ന് കളറായി വരുന്നത് വരെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു കളർ ചേഞ്ച്, നമ്മൾ കട്ട്ലറ്റിൻ്റെയൊക്കെ കളറില്ലേ നല്ല ഡാർക്കായിട്ടുള്ള ഒരു ബ്രൗൺ കളർ, ആ ഒരു കളറാകുമ്പോൾ നമുക്കിതാണ്ട് ഇതുപോലെ
എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട്ലറ്റ് പൊട്ടിപ്പോകാതിരിക്കാനുള്ളൊരു ടിപ്പ് കൂടിയാണ് കേട്ടോ. നമ്മൾ ആദ്യം നോർമലി ചിലരൊക്കെ പറയാറുണ്ട് കട്ട്ലറ്റ് പൊട്ടിപ്പോകുന്നുണ്ടെന്ന്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതുപോലെ കോൺഫ്ലവറിൻ്റെ മിക്സിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയാൽ ഒട്ടും പുറമൊന്നും പൊട്ടിപ്പോകാണ്ട് കിട്ടും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ട്ലറ്റ്, നമ്മുടെ ചിക്കൻ ഇല്ലാത്ത കട്ട്ലറ്റിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ ഇല്ലാതെയും നല്ല ടേസ്റ്റി ആയിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈവനിങ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഈവനിങ് ചായക്ക് ഇന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.